Hello guys, welcome to Kodaikanal. സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിൽ ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ എടുത്ത് ഇപ്പം ഒന്ന് ഫ്രഷനപ്പായി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ എന്തെങ്കിലും ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. ആൻഡ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമ്മൾ ഉഴുന്നുവട തിരക്കുള്ള The wind hums soft at the break of day, whispering pines secret. We are at Star Lake. Star Lake. ആശിച്ച് കാണാൻ കൊതിച്ച അപ്പർ ലേക്ക് വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇതാണ് കാട്ടുപോത്ത്. ഇതാണ് സ്റ്റാർ ലേക്ക്. ഇവിടെ എവിടെ സ്റ്റാർ എവിടെ? വളരെയധികം ദയനീയമായ ഒരു സ്റ്റാറാണ്. നമ്മളിനി അടുത്ത സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇറങ്ങിയപ്പോൾ ഇവിടെ അത്ര കോടൊന്നുമില്ലല്ലോ. ഇപ്പോൾ കോട ഇങ്ങനെ മൂവ് ചെയ്ത് പോണ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് തണുപ്പായിട്ടുണ്ട്. നല്ല കോട ഉണ്ട്. കോട മഞ്ഞിൽ ഓഹൈ ഐവരയിൽ ഓഹൈ. കുറച്ച് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞങ്ങളാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ തട്ടിക്കയറ്റണത്. ഇവിടെ ഓരോ സ്പോട്ടിലേക്ക്, അതായത് ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയാസിലേക്ക് കയറുന്നതിന് മുന്നേ താഴെയായിട്ട് ഇങ്ങനെ ഒരുപാട് ടീ സ്റ്റോൾസ് ഉണ്ടാവും. ടീയും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ ഞങ്ങൾ വന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ സ്പോട്ട് കാണാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കോട ഇറങ്ങിയെന്ന്. കോട ഇറങ്ങിയിട്ടൊരു സാധനം കാണുന്നില്ല. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. കൊടൈക്കനാൽ എത്തിയപ്പോൾ തൊട്ടേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരേ ഒരു സ്പോട്ടോ അല്ലെങ്കിൽ എനിക്കറിയുന്ന ആകെ ഒരു സ്പോട്ട് ഇതായിരുന്നു. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ഗുണ കേവിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശരിക്കും ഈ കേവിൻ്റെ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ഡെവിൾസ് കിച്ചൺ എന്നാണ് കേട്ടോ. ഇവിടെയുള്ള ലോക്കൽസ് പണ്ട് വിളിച്ചിരുന്നത് ഡെവിൾസ് കിച്ചൺ എന്നുള്ള പേരിലാണ്. ഈ ഒരു പേര് ഇതിൻ്റെ ലുക്ക് കൊണ്ട് ഇട്ടതാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വൈബാണ് അവിടെ മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ വിളിക്കും. അങ്ങനെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലൊക്കെ ആയപ്പോൾ ഒരു അമേരിക്കൻ എക്സ്പ്ലോറർ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഡെവിൾസ് കിച്ചണിനെ കുറിച്ച് അറിയുകയും അതിനെ കുറിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്തു, ഒരു ഡോക്യുമെൻ്ററി ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ഈ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ചോരത്തലപ്പുള്ള യങ്സ്റ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നു തുടങ്ങി. അങ്ങനെ വിസിറ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആ കേവിൻ്റെ അടുത്തേക്കുള്ള എൻട്രി കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്തു. അങ്ങനെ ഗുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവി, കമലഹാസൻ സാറൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഒരു തമിഴ് മൂവി ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഡെവിൾസ് കിച്ചൺ എന്നുള്ള പേര് മാറിയിട്ട് ഗുണ കേവ് എന്നുള്ള പേരിൽ ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. അങ്ങനെ ഗുണ കേവിൽ കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ നല്ല അടിപൊളി മഴ അങ്ങോട്ട് പോയി. നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു കൊടയില്ലായിരുന്നു. എന്നിട്ട് ആ മഴ ഫുള്ള് കൊണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കാറിലെത്തിയതിന് ശേഷം ഫുൾ ഐസ് മഴ ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് നിർത്തി. ലഞ്ച് കഴിക്കുന്നത് ഞങ്ങൾ 3-4 മണിക്കാണ്. പിന്നെ വല്ലാണ്ട് വിശക്കാഞ്ഞത് നമ്മൾ ഓരോരോ സ്പോട്ടിലെത്തുമ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെറുത് ചായയും കടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. മെയിൻ
മെയിനായിട്ട് ഇവിടെ സ്പോട്ട് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഡ്രസ്സൊക്കെ അലമ്പായ സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ട് സ്പോട്ട് കാണാൻ വലിയൊരു മൂഡില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്പോട്ടിലേക്ക് ഇറങ്ങുന്നത് അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റിയ മീൻസ് ടീ സ്റ്റോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, അല്ലെങ്കിൽ ഇറങ്ങുന്നില്ലായിരുന്നു. അതോടുകൂടി നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇനിയും കാണാനുണ്ട്, അപ്പോൾ ഇനിയും വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ ഇൻഷാ അല്ലാഹ് ഈ ഒരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ബൈ ഗൈസ്.